ഹലോ. ആ സന്ദീപേ, എവിടെ എത്തിയിടാ? എറണാകുളം കഴിഞ്ഞടാ. ഇങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കവിത പറച്ചിലൊക്കെ? കവിതയല്ലടാ, നോവൽ. എന്താവാൻ, എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വിട്ടോളാൻ പറഞ്ഞു. അവർക്ക് വേണ്ടുള്ള എന്തൊക്കെയോ ഇതിലില്ലെന്നൊക്കെയാണ് പറയുന്നത്. അതിനർത്ഥം നിന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലെന്നല്ലേ? അതായത് ഇത്ര തവണ കയ്യിലൊരു പണികളൊക്കെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആഗ്രഹങ്ങളല്ലേ മോനെ, വിടാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അല്ല, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? 2 മണിയായല്ലോ. നേരത്തും കാലത്ത് ഉറങ്ങി എന്നാടാ ശീലമുള്ളത്? എന്തായാലും എത്തിയിട്ട് വിളി. ഓക്കേടാ. ഇതിനി ആരാണ്? കക്കഴം വഴിയാണോ പോകുന്നത്? അതെ. ഞാനിവിടെ വന്നോട്ടെ. ഈ സമയത്ത് ബസ്സൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ഓക്കെ. ആ സമയം അല്ല, കക്കാഴത്ത് എവിടെ പോവാനാ? അത് കക്കാടത്ത് ഇറക്കിയാൽ മതി. ചേട്ടാ, ഇവിടുന്ന് ഒരു 10-40 കിലോമീറ്റർ ഉണ്ട് ജംഗ്ഷനിലേക്ക്. എനിക്കാണെങ്കിൽ അവിടം വരെ പോകണ്ട. അത് സാരമില്ല, ബസ് കിട്ടുന്ന എവിടെയെങ്കിലും ഇറക്കിയാൽ മതി. അവിടെ ആരെ കാണാനാ? അത് ആ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. എനിക്കാണെങ്കിൽ അവിടെ കുറച്ച് പേരൊക്കെ അറിയാം, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനീ കാണാൻ പോകുന്നവരൊക്കെ അവിടെ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ആരെ കാണാമെന്ന് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ? ഞാൻ എൻ്റെ ഭാര്യ മോനെ അന്വേഷിച്ച് പോവാം. ഞാനീ പറയുന്നത് കേട്ടിട്ട് വണ്ടി നിർത്തണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? ഹേയ്, അങ്ങനൊന്നുമില്ല. ഞാൻ വന്ന സ്ഥലം കേട്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും. അതേതാ അങ്ങനെ ഒരു സ്ഥലം? ജയിലിൽ നിന്നാണ്. ജയിലിൽ നിന്നോ? എന്തായിരുന്നു കേസ്? എത്ര നാളായി? കൊലക്കുറ്റമായിരുന്നു. 24 വർഷം. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ ചെയ്തു. നഷ്ടപ്പെട്ടതെല്ലാം എനിക്കായിരുന്നു. അത് മനസ്സിലാക്കാൻ കുറേ വൈകി. ചേട്ടനെ ഇപ്പോൾ കാണാനായിട്ട് വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ? ഹേ, കൂടെ ഉള്ളപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും സമ്മാനം കൊടുത്താലല്ലേ നമുക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോൾ അവർ വരും. അപ്പോൾ എല്ലാം ശരിയാക്കാനുള്ള പോക്കാണല്ലേ ഈ സാധനങ്ങളൊക്കെ ആയിട്ട്? ആ, അങ്ങനെയും പറയാം. മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ അങ്ങനെയല്ലേ? ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കാതിരുന്നിട്ട് നമുക്കത് ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെയും തിരിഞ്ഞ് നടക്കേണ്ടി വരും. അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ. ഈ ബാഗിലൊക്കെ എന്താ, ഡ്രസ്സാണോ? ഡ്രസ്സോ? ഇതിലെന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും എളുപ്പം. എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ടാവുന്നതല്ല. എന്നിട്ടും അതിലൊരു കുറവുണ്ട്. എന്താ അത്? അല്ല, എൻ്റെ മകനെ ജനിച്ച് 3-ൻ്റെ അന്ന് ഞാൻ ജയിലിൽ കയറിയതാ. ജനിച്ചപ്പോൾ അവൻ്റെ കാലിന് എന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. അവനെന്ത് മേടിക്കണമെന്നും എനിക്കൊരു പിടിയുമില്ല. ഹേയ്, ഇല്ല ചേട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണും. മകനൊക്കെ ഇപ്പോൾ വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലോ? ആ, അങ്ങനെ ആവട്ടെ.
ചേട്ടാ ആ ചേട്ടാ സ്ഥലം എത്തി. എനിക്ക് ഇവിടുന്ന് റൈറ്റാ. റൈറ്റ്. ആ ആ എന്നാ ശരി. ആ ശരി. അല്ല പേര്? വിനോദ്. ഓ എന്തായിരിക്കും അയാൾ എൻ്റെ മുന്നിൽ തന്നെ വന്നത്? എന്തിനായിരിക്കും ഞാൻ അയാളോട് ഇതൊക്കെ ചോദിച്ചത്? ഇനി ചിലപ്പോൾ നമ്മളെ തിരഞ്ഞു നടക്കുന്നവരെ മനസ്സുകൊണ്ട് നമ്മളും തിരയുന്നുണ്ടാവും. ഇനി അതുണ്ടായിരിക്കും. പിന്നെ ഇത്ര നേരം കൂടെ ഉണ്ടായിട്ട് ഞാൻ പേര് ചോദിക്കാതിരുന്നത് ആ പേര് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ എൻ്റെ നോവലിന് അവർ പറഞ്ഞൊരു കുറവുണ്ട്. അത് എന്താണെന്ന് ഇപ്പോൾ എനിക്ക് പിടികിട്ടി.